2010 ഞാൻ കേരളത്തിൽ വരും. വന്നിരുന്നു, അതാ ഉദ്ദേശം. This is Mahesh Manjrekar, MD of Agro High-Tech Group Farming Company, and this is Gianni, abroad consultant. I think you are on the right time. നീന്റെ പരിപാടി തുടങ്ങില്ലേ? You should study about this village. Okay? Enjoy. It's a transformation period. ഫാമേഴ്സിന് നല്ല സമയം. കമ്പനിയുടെ കീഴിൽ റിച്ച് ആകും. വലിയ വലിയ വീടുകൾ വരും. എന്ത് നല്ല മലയാളം. Okay? Have a great day. Okay? Come on, let's go. ഇയാള് കൊള്ളാലോ. Any help? എനിക്ക് ചോദിക്കേ, ഞാൻ സഹിക്കാം. എന്നോട് ചോദിക്കാൻ എനിക്ക് സഹിക്കാൻ പറ്റുള്ളത് കേട്ടിട്ടാണ് ചോദിക്കണം. എനിക്ക് പിന്നെ ഞാൻ സഹിക്കണത്. എന്റെ പ്രശ്നം കുഴപ്പമില്ല, എന്റെ പൊന്നു. ഓക്കെ ഓക്കെ. നല്ലവനാ. നല്ലവനാ. അതെ ഇവിടെ കളേഴ്സ് ഒന്നും കാണാനില്ലല്ലോ. എടാ അടങ്ങടാ. കളേഴ്സൊക്കെ ഉണ്ട് മോനെ. ചേട്ടനല്ലേ ശരിയാക്കി തരാം. ഇവർക്ക് ഞാനല്ല, ഈ ചേട്ടനല്ലേ, ഈ ചേട്ടനല്ലേ ശരിയാക്കി തരാം. ഇഞ്ചി കഴിക്കാം. ഇഞ്ചി അടിച്ചു ഉണ്ടല്ലോ. പിന്നെന്താ? നീ എന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നേ? വെറുതെയോ? ഇവിടെ വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന നിനക്കൊരു മാറ്റം. എന്തേലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. ഇല്ല ഇല്ല. സത്യം പറ, നീ ഇവിടെ എന്തെങ്കിലും ഒപ്പിച്ചിട്ടിരിക്കണോ? അതല്ല, ഞാൻ ഒരു കാര്യം. ഷോ വാ 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 വാ. മതി മതി. വാ 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 വാ. ചപ്പാത്തി വരുത്താണ്ടേ. വാ. തിരിച്ചിട് ചപ്പാത്തി. ഇവനെന്താ ഫ്യൂസ് പോയ പോലെ ഇരിക്കുന്നേ? ഞാൻ വന്നപ്പോട്ട് ശ്രദ്ധിക്കുന്ന. എന്താടാ നീ വന്നപ്പോ തൊട്ട് ഭയങ്കര സൈലന്റ് ആണല്ലോ. എന്താ പറ്റിയേ? മറ്റേ ചാന്ദിനിയുടെ കാര്യാണോ? അതൊന്നും അല്ല. പിന്നെ പിന്നെ അതെ, പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാണ്ട്. उठो उठो, सभी को उठाओ. उठो 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 उठो, जल्दी उठो. चलो 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 चलो, कुछ बात नहीं करेगा. चलो 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 सर, जल्दी चलो. सर चम्मच अच्छे से वराम. सर चपाती हार्ड हो गया. कुछ बोलेगा नहीं. चलो क्या प्रॉब्लम है? बोलो सर, बोलो. क्या हो गया सर? सर ये लोग गाँव देखने के लिए आए. तू हमको सिखाता है? तू इनको जानता है क्या? चुप. अयो इनके मारिला. मेरे को मालूम नहीं. सभी को लेके आओ. लेके जाओ. सर ഞാൻ വണ്ടി എടുക്കണോ? जल्दी कर. बंदर फरुश. फुड ऑर्डर ചെയ്യോ? സ്വിഗ്ഗി. इधर से അംബേദ്കർ. എടാ വെറുതെ വിടാന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ സ്റ്റുഡൻസ് ആണ് തെളിയിക്കണം. മറ്റേ കാർഡ് കൊടുക്കാല്ലേ? എന്റെ അതിൽ വണ്ടിയുടെ RC കാർഡ് ഉള്ളൂ. അടിപൊളി. അത് കാണാനായിട്ട് അടുത്ത കേസ് ഉണ്ടാക്കി. നീ ആദ്യം ഇവിടെ നിന്ന് എങ്ങനെ പുറത്തിറങ്ങുന്നു പറ. അവിടെ വേറെ വല്ല കോണ്ടാക്ട് ഉണ്ടെന്ന് വിളിച്ചു പറയിപ്പിക്കും. വേറെ മധ്യപ്രദേശ് കണിക്കാലോ. ഞാനൊരു സത്യം പറയട്ടെ. എന്താണ്? ഞാൻ ആദ്യമായിട്ടാണ് ഖജറാവലിക്ക് വരുന്നത്. ഓഹോ, നിനക്ക് അറിയാറുന്നല്ലേ? എനിക്ക് നല്ല ഊണ്ട്. പോലീസ് സ്റ്റേഷനാണ്. ചാർലി പറഞ്ഞ കഥയും വീഡിയോയും തന്നെ എനിക്കും അച്ഛൻ്റെ മനസ്സിലായ ബാക്കിന്താന്ന് പറ കേക്കട്ടെ. അല്ല, ചാർലി പറഞ്ഞ കഥ കേട്ടപ്പോ നിങ്ങൾക്കൊരു ഇത് തോന്നിയില്ലേ? പിന്നെ എനിക്ക് തോന്നിയില്ല. നമ്മളിവിടുത്തെ ആചാരം സംരക്ഷിക്കാൻ വന്നു പറഞ്ഞാൽ നമ്മളെ വെറുതെ വിടും. എടാ ഒന്നും വിടൂലേ. ഈ തീരുമോന്ത കണ്ടിട്ട് सबको साहब बुला रहे. अरे मीठू भाई का आदमी है. ऐसा पहला बोलना चाहिए था ना. ബോലാൻ വന്നപ്പോഴേക്കും വണ്ടിയിൽ എടുത്തോണ്ട് പോന്നു. क्या मैं इन्हें ले जा सकता हूँ? जरूर. कोई बात नहीं भाई. താങ്ക് യു സർ. ഒരു അനോണിമസ് ഫോൺ കോൾ. നിങ്ങൾ സ്റ്റുഡൻസ് അല്ല, ഒരു ലെഫ്റ്റിസ്റ്റ് മാവ് ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ എന്നാറോ പറഞ്ഞു. ഞങ്ങൾ അരിമാവ് വരയ്ക്കുന്നതിന്റെ പ്രശ്നം തീർന്നു. എന്റെ ആളുകൾ ഇടപെട്ടാൽ എവറിത്തിങ് ഇസ് സോൾവ്ഡ്. ഞങ്ങൾ ഈ ഗ്രാമത്തിലെ ബ്യൂട്ടിഫുൾ
ഗേൾസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നാണ്. വെരി ബ്യൂട്ടിഫുൾ, വെരി ബ്യൂട്ടിഫുൾ. ശരിക്കും ബ്യൂട്ടിഫുൾ ഇവനാ. എന്നാ ഞാൻ പോട്ടെ, ഈവനിങ് കാണാം. ശരിക്കും ഓഫീസിൽ പണിയുണ്ട്. പാവം വിട്ടുപോയി. തങ്കപ്പെട്ട മനുഷ്യനാട്ടാ. ആടാ എനിക്കും തോന്നി, നല്ല മനുഷ്യൻ. അതെ, നല്ല വിശപ്പ്. ഞാൻ രണ്ട് കാലിച്ചടിക്കട്ടെ. നിങ്ങക്ക് എന്തെങ്കിലും വേണോ? ബൈ. एक काल चाय, ठीक है. 2 बन. इधर पानी पूरी है. എടാ ജോബേ, എടാ ഏഞ്ചൽ ബണ്ണിന്റെ ഇടയിൽ. ബണ്ണിന്റെ ഇടയിൽ നിന്റെ അച്ഛൻ. എടാ ഏഞ്ചൽ ബണ്ണിന്റെ ഇടയിൽ നിന്ന്. ഒരു സന്തോഷം നോക്കി. ഹലോ എടി ഓവറാക്കല്ലേ, അവർക്ക് പിടി. അവന്മാർക്ക് മനസ്സിലാവുന്നില്ല. എടാ അവരെ പിടിച്ചോണ്ട് വാ. നീ എന്താ ഇവിടെ? ഞാൻ മാസങ്ങളായിട്ട് ഖജറായിട്ട് പ്ലാൻ ചെയ്യുന്നതാ. ഇപ്പഴാ ഒന്ന് പ്രാക്ടിക്കൽ ആവുന്നത്. നവംബറിൽ എറണാകുളത്ത് വെച്ചിട്ട് സോളോ പെയിന്റിംഗ് എക്സിബിഷൻ നടക്കുന്നുണ്ട്. ബോഡി ആൻഡ് സോൾ, അതാണ് തീം. അതായത് ഈ ഖജറാവലെ രഥശില്പങ്ങൾ കേട്ടിട്ടില്ലേ? ആ, അതിന്റെ ഒരു കൊളാഷ്, അത്രേ ഉള്ളൂ. കൊളാവാതിരുന്നാ മതി. ആ? ഞാൻ വരില്ല. കരയല്ലേ? നീ കരയണ സന്തോഷല്ലേ? അലമ്പാക്കരുട്ടോ. നീ എന്താ ഇവിടെ? ഇവളെന്താ ഇവിടെ? അവള് പെയിന്റ് അടിക്കാൻ വന്നതാ. പെയിന്റ് അടിക്കാൻ ഇവിടെ വല്ല വീടിന്റെ വാർക്ക് പെയിന്റ് അടി അടക്കണ്ടോ? ഞാൻ എന്റെ സ്വന്തം ആവശ്യത്തിനായിട്ട് വന്നയാ. അല്ല ഇയാളെ കാണാൻ വന്നേ. നിന്റെ സ്വന്തം ആവശ്യത്തിന് ഇന്ത്യ മാരേജ് ഈ സ്ഥലത്ത് തന്നെ വരാൻ പറ്റുള്ളൂ. ഇവിടെ ഉള്ളൂ ഖജറാവോ. എന്തേ ഇയാൾക്ക് വല്ല പ്രശ്നമുണ്ടോ? ഇല്ല, സീനില്ല. ഇവളൊരു കൊളാഷന് വന്നതാണ്. അല്ല പെയിന്റ് അടിക്കാൻ. അവർ സംസാരിക്കട്ടെ. അതെ, അടിച്ചിട്ട് പോകോളാം. ഞാൻ പോവാൻ തന്നെയാ വന്നത്. അതിന് നിന്റെ ആവശ്യത്തിന് full side അടിച്ചിട്ട് പോടി. പോടി പിശാചൻ. ഒന്ന് പോടോ. വരണ്ടായിരുന്നു. ഇത് നടക്കാൻ വേണം. ജോബേ, എടാ എന്താടാ നിക്ക്. ഇങ്ങനെ ഞാൻ മഞ്ചരേക്കരടുത്ത് പോവും. ഇന്ന് മീറ്റിംഗ് ഉണ്ട്. ഇവിടെ ഫാമേഴ്സിന് നല്ല ക്യാഷ് കിട്ടും. ആഗ്രോ ഗ്രൂപ്പ് ഫാമിംഗ് കമ്പനി ഈ ഗ്രാമം റിച്ച് ആക്കും. എൻ്റെ ഡ്രീമാണ്. ഇവിടെ നല്ല ആൾക്കാരാ. ദേ ലവ് എവ്രി വൺ. ശരിക്കും പറഞ്ഞ ഞങ്ങൾ ഈ ഗ്രാമം ഇഷ്ടപ്പെട്ട് വരുവാ. വന്നത് ദുരുദ്ദേശത്തോടാണെങ്കിലും വന്നില്ലെങ്കിൽ മിസ്സായനെ. ഇവിടെ ഈ മാരേജും ഡിവോഴ്സും ഉള്ളതല്ലേ ശരിക്കും? ഉണ്ട് ഉണ്ട്. നീ അത്രയ്ക്ക് അങ്ങോട്ട് അറിയാൻ നിൽക്കണ്ട. അല്ല, മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ. ഓക്കെ, ഓക്കെ, ബൈ. ശരി. അതെ, ഈ കൃഷിക്കാരുടെ സ്ഥലം കമ്പനി ഏറ്റെടുത്ത പിന്നെ കമ്പനി ആയിരിക്കും കൃഷി ചെയ്യാൻ പോണത്. കൃഷിക്കാരുടെ ലാൻഡ് കമ്പനി ഏറ്റെടുക്കും. നല്ല ഫെർട്ടിലൈസേഴ്സ് ഇടും. നല്ല ഈൽഡ് വരും. കൃഷിക്കാർക്കെല്ലാം നല്ല ലാഭം കിട്ടും. കമ്പനിക്ക് വേണ്ടി കൃഷിക്ക് ലാൻഡ് എടുക്കുന്ന ഡ്യൂട്ടി എന്റേതാണ്. എനിക്ക് കുറച്ച് സംശയമുണ്ട്. എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ട്. ഒന്ന് ഇതുപോലത്തെ കൃഷിയൊക്കെ നമ്മളോട് തന്നെയല്ലേ? അതിന് കേരളത്തിൽ കൃഷിയില്ലല്ലോ. പുറത്തൊന്നല്ലല്ല, എല്ലാം പുറത്തുനിന്നാ. പിന്നല്ലേ? നീ സൂക്ഷിച്ചോ. എന്നിപ്പാടാ ഇവിടെ ഇത്രയും സംശയം. പേര് വെച്ചിട്ട് മിട്ടുബായ് എന്നല്ലാണ്ട് വേറെ ഒന്നെല്ലാം വെക്കായിരുന്നു. ഡിങ്കിൻ വെക്കായിരുന്നല്ലേ? ശരി കേട്ടോ. അതെ, ഈ മിഥുൻ വേറെ ലെവലാട്ടോ. സോഷ്യലി കമ്മിറ്റഡ്. അയാൾ കമ്മിറ്റഡോ സിംഗിൾ ആയിക്കോട്ടെ. നീ കഥ പറയേണ്ട വണ്ടി കയറി. അതാണ്. പോടാ.